അപ്പോൾ ഇതാണ് ഞാൻ OBY OG വാങ്ങിയിട്ടുള്ള ജ്വല്ലറി. അഫോർഡബിൾ ആണോ ഇത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജ്വല്ലറി റിവ്യൂ ആണ് കേട്ടോ. ഞാൻ OBY OG വാങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറിയും അതുപോലെ തന്നെ മീഷോ വാങ്ങിയിട്ടുള്ള ഒരു നെക്ക് പീസും കൂടി തമ്മിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പ് OBY OG വാങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ അതിൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അഫോർഡബിള്, മീഷോന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പ്രൈസിൽ നല്ല പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ മീഷോന്ന് ഇതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ ജ്വല്ലറി സെറ്റൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കമ്മലൊക്കെ വാങ്ങുമായിരുന്നു, അല്ലാതെ ഇതുപോലെ നെക്ലേസ് ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം വാങ്ങിയാൽ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സൈറ്റിൽ നിന്നും, അതായത് OBY OG വാങ്ങിയിട്ടുള്ളത് ഒരു ജ്വല്ലറി, അത് ഒരു നെക്ലേസ് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങണത്. അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നത് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ടാണല്ലോ വാങ്ങുക. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങി നോക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ വാങ്ങി നോക്കിയതിട്ടോ. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടും ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇതാണോ അഫോർഡബിള്, അപ്പം മീഷോന്ന് വാങ്ങായിരുന്നില്ലേ, നിങ്ങൾക്ക് വട്ടാണോ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് വേറെ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓക്കെ എന്നാൽ മീഷോന്ന് നമുക്കൊന്ന് വാങ്ങി നോക്കാം. മീഷോന്ന് വാങ്ങുമ്പോൾ എൻ്റെ ഒരു ഇതിൽ മനസ്സിൽ ജ്വല്ലറിയൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വാങ്ങാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ശരി ഓക്കെ ഒന്ന് വാങ്ങി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ OBY OG മീഷോന്ന് ജ്വല്ലറി വാങ്ങിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് വോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി നോക്കി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. സോ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്ത് വെച്ചാൽ എനിക്കൊരു മോട്ടിവേഷൻ കൂടി ആവും കേട്ടോ. സോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത്, നമുക്ക് പലരും പല സൈറ്റിൽ നിന്ന് ഇതുപോലത്തെ മാലകളൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ മീഷോന്ന് വാങ്ങാൻ പലരുടെയും മനസ്സിൽ ഇതുപോലത്തെ ഒരു ഇത് പറയണത് ക്വാളിറ്റി ഉണ്ടാവുമോ, നമുക്ക് ഉദ്ദേശിച്ച ഒരു പ്രൈസ് കൊടുത്തിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും വാങ്ങേണ്ടത്. അപ്പോൾ റിട്ടേൺ കൊടുക്കാനൊന്നും സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാങ്ങാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. മീഷോന്ന് ജ്വല്ലറി നല്ലതാണോ അല്ല നല്ലതല്ലേ എന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സോ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ മീഷോന്ന് വാങ്ങിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ഒരു വിചാരം കയ്യിൽ കിട്ടുമ്പോൾ ആ ഫോട്ടോയിലെ പോലെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പറയാതിരിക്കാൻ വയ്യ, ഈ ഒരു ജ്വല്ലറി ഞാൻ വാങ്ങാണ്ടിരുന്ന് മിസ്സായി പോയേനെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രയും ഭംഗിയുണ്ട്. ഈ ഒരു പ്രൈസ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ജ്വല്ലറി ആയിരിക്കും എനിക്ക് കിട്ടാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ ഒരു സൈറ്റിൽ നിന്നും വാങ്ങാതെ, അതായത് ഈ ഒരു നിങ്ങൾ തന്നെ നോക്കൂ ഇതിൻ്റെ ഭംഗി, എത്ര ഭംഗിയുണ്ട്, എത്ര നല്ല പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ വാങ്ങി കയ്യിൽ കിട്ടിയപ്പോഴാണ് സത്യം പറയാതെ ഞാൻ വിചാരിച്ചതിനെയും കാട്ടി അടിപൊളി. അതായത് നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുള്ളൂ, കിട്ടുമ്പോൾ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്ര ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല, ലോക്കൽ ഫീലിംഗ് തോന്നിക്കും. അത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിയത് എന്തായാലും വേസ്റ്റായി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ഡിസൈൻ, നമുക്ക് നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഗോൾഡൻ കളറ് ഒരു കളറ് പോവേ, അതിൻ്റെ കമ്മലിൽ ആ ഒരു കല്ല് പോവേ ഒന്നുമില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടത്. ഇതിന് ഞാൻ ക്ലോസപ്പിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നില്ല. ഓക്കെ, ബബിൾ ഡ്രാപ്പൊക്കെ ചെയ്തിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. എന്തെങ്കിലും അൺബോക്സിങ് വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ ഈ ഒരു ജ്വല്ലറി സെറ്റിന് ഞാൻ വാങ്ങിയത് 630 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. അപ്പം അതിൻ്റെ കൂടെ ഒരു നല്ലൊരു ജിമിക്കും വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കും ഈ ഒരു റോസ് കളറിലുള്ള ഈ ഒരു കല്ല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വെറും സ്റ്റോൺ മാത്രമല്ല, വർക്കൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ ഇതിൽ വർക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ജിമിക്കയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇട്ട് കാണിച്ചു തരാം.
സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാനിത് വാങ്ങിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇത്രയും റേറ്റിൽ കുറഞ്ഞ് ഇത്രയും നല്ല പ്രോഡക്റ്റ് ആണല്ലോ കിട്ടുന്നത് എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ ഡിസൈനുള്ള സാധനം ഞാൻ വേറെ ആരുടെ ഒരു സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു. 1400 രൂപ എത്രയായിരുന്നു ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് ആ ഒരു റേറ്റ് കൊടുത്തിട്ട് വാങ്ങാൻ ഇത്രയും വില കൂടുതൽ എന്തായാലും ഇടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങാണ്ടിരുന്നത്. പക്ഷെ ഇതിൽ കണ്ടപ്പോൾ ശരി ഓക്കെ അത്ര ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് വാങ്ങിയത്. പക്ഷെ എങ്ങനെയുണ്ട്? സാറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ബൈ ഓസി എന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി രണ്ടിൻ്റെയും സൂപ്പറാണ്. ക്വാളിറ്റി രണ്ടിൻ്റെയും നന്നായിട്ടുണ്ട്. പക്ഷേ എന്താ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് ചോദിച്ച പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അഫോർഡബിൾ ആണോ ഈ ഒരു പ്രൈസിൽ? നമ്മൾ 100 റുപ്പീസ് ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് കൈ കിട്ടിയത്. എനിക്കിപ്പോൾ ഇത് ഈ ഒരു ജ്വല്ലറി ഞാൻ ഓർഡർ ചെയ്തത് മീഷോന്ന് നവംബർ 6-നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എൻ്റെ കയ്യിൽ കിട്ടിയത് 11-ാം തീയതിയാണ്. സോ എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസത്തിനുള്ളിൽ എനിക്കിത് കിട്ടി. ഇതെനിക്ക് കിട്ടി. പക്ഷേ ഇത് എനിക്കൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് മാത്രമല്ല മറ്റേ ഡെലിവറി ചാർജ് 100 റുപ്പീസും കൂടി കൊടുക്കണം. പക്ഷെ മീഷോയിൽ ഫ്രീ ആണ്. അത് മാത്രമല്ല ഗൂഗിൾ പേ നമ്മൾ ഓൺലൈനിലായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ശരിക്കും അതിൻ്റെ പ്രൈസ് 664 എത്രയായിരുന്നു. അത് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കുറച്ച് പൈസ ഡിസ്കൗണ്ട് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 630 രൂപ എത്ര കൊടുക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് നോക്കുമ്പോൾ മീഷോ തന്നെയാണ് നല്ലത്. മീഷോന്ന് എല്ലാ ജ്വല്ലറിയും വാങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നി. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 630 രൂപയ്ക്ക് ഈ ഒരു സാധനം വിത്ത് കമ്മൽ ജിമിക്കി ഈ ഒരു മാലയും കൂടി 630 രൂപയ്ക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പ്രൈസിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അഫോർഡബിളായി തോന്നിയത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു സാധനം തന്നെയാണ്, ഈ ഒരു ജ്വല്ലറി തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി കുറവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് രണ്ടിൻ്റെയും ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഗോൾഡൻ കളർ പലതരത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കളറിൽ. പിന്നെ ഫിനിഷിങ് പറയുമ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഫിനിഷിങ് സൂപ്പറാണ്. ഇതിൻ്റെ ഫിനിഷിങ്ങിൽ പറയുമ്പോൾ ചെറിയൊരു വളവ് ഇങ്ങനെ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വളവുണ്ട്. പക്ഷെ കമ്മൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കമ്മൽ. സോ കമ്മൽ എന്ന് പറയുന്നത് ആ ഒരു മാലിൻ്റെ സെറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ആ മാലയും ഈ കമ്മലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്മലും കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ ഞാൻ കുറച്ച് 800 രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങി കുറച്ച് ചിലപ്പോൾ വില പ്രൈസ് കൂടുതലാണ് എന്ന് തോന്നിയിട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റിയിൽ എനിക്കൊന്നും തോന്നിയില്ല. ക്വാളിറ്റി നല്ലതാണ്. ഇതും ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കളറൊന്നും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കളറ് കോട്ടിങ് പോവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പ്രൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നോക്കുമ്പോൾ മീഷോ തന്നെയാണ് നല്ലത് കേട്ടോ. ക്വാളിറ്റിൻ്റെ പേരിൽ ക്വാളിറ്റി ബേസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ രണ്ടും നല്ലതാണ്. ഇതും നല്ലതാണ് കേട്ടോ. പിന്നെ ഡെലിവറി ടൈം നോക്കുമ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് കിട്ടി. ഇതൊരു 10 ദിവസം. ഞാൻ ഓണം സമയത്താണ് ഓർഡർ ചെയ്തത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓണം ആയതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പം മീഷോ എന്നൊക്കെ ജ്വല്ലറി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം കേട്ടോ. നല്ല ക്വാളിറ്റി ഫോട്ടോസ് നോക്കി അതിൻ്റെ റിവ്യൂ കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ. ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് വാങ്ങാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഡെലിവറി ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇതും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബൈ ഓസി എന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറി. അപ്പോൾ ഇത് ഇടുമ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ കാണിച്ച വളവൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ് കേട്ടോ, വളവൊന്നും ഇല്ല. ഇടുമ്പോൾ ഈ ഒരു ജ്വല്ലറി എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല കുറച്ച് ഹെവി ആയിട്ട്
ഒറ്റ പീസ് ഒരു നെക്ക് പീസ് കൊണ്ട് ഫുൾ ലുക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഈ ഒരു മാല അടിപൊളിയാണ്. അതെല്ലാം സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാലയാണ് അതിന് വേണ്ടി നന്നായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നോക്കുക, നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഗോൾഡ് പോലെയാണ് തോന്നിക്കണത്. ഇത് കുറച്ച് ആൻറ്റിക്ക് ഒരു ടൈപ്പാണ് വരുന്നത് ഈ താഴത്തെ മാല കേട്ടോ. അപ്പോൾ ഈ ഒരു മാല ഞാൻ വേറെ ഏതൊരു സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആരും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇങ്ങനെ മാറ്റി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രൈസ് 1400 രൂപ എന്ന് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ രണ്ടും സെയിം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എത്ര ഡിഫറൻസാണ് ആ ഒരു മാലയ്ക്ക് വരുന്നത്. ഞാൻ ഇപ്പോൾ വാങ്ങി 630 രൂപ, 1400 രൂപ പറയുമ്പോൾ എത്ര ഡിഫറൻസാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മീഷോ തന്നെയാണ് കേട്ടോ നല്ലത്. മീഷോ അടിപൊളിയാണ്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഈ രണ്ട് മാലയും അതിൻ്റെ കളറിലൊക്കെ ആൻറ്റിക്ക് പറയുമ്പോൾ ചില കളറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. കളറ് ചിലപ്പോൾ ഡാർക്ക് കളറായിരിക്കും, ചിലപ്പോൾ ഈ ഒരു കളറായിരിക്കാൻ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി വയ്ക്കുമ്പോൾ ജസ്റ്റ് എല്ലാം നല്ലതാണ്, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചും കൂടി ഇടുമ്പോൾ ഭംഗി എനിക്ക് തോന്നിയത് ഈ ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്മലും കൂടി ജിമിക്കും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ വേർത്ത് തന്നെയാണ്. ഇതിൻ്റെ കമ്മലെന്ന് പറയാൻ ഭയങ്കര ചെറുതാണ്, നമ്മൾ കാതിൽ ഇട്ടൊന്നും കൂടി അറിയുന്നില്ല കേട്ടോ ഇതിൻ്റെ കമ്മൽ. പക്ഷെ ഇത് ജിമ്മൊക്കെ അടിപൊളി. ഇത് പറഞ്ഞ കുറേ പേര് നൈക്കിന്ന് വാങ്ങിയ നന്നായിട്ടുണ്ടാവും, നൈക്കിലും നല്ലതുണ്ടെന്ന്. നൈക്കിൽ നോക്കുമ്പോൾ ഫുൾ ഒടുക്കത്തെ വില 3000-4000 ഒക്കെ, അത് കൂടുതൽ വാങ്ങി ഇടും കൂടിയില്ല. അപ്പോൾ പിന്നെ പൈസ വെറുതെ പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു മീഷോ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ജ്വല്ലറിയൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ജ്വല്ലറിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അതും കൂടി നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റും കൂടി ചെയ്ത് വെച്ചാൽ എനിക്കും അത് കാണുമ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചതാണോ നിങ്ങൾക്കും തോന്നിയതെന്നൊക്കെ മനസ്സിലാകാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്, ലൈക്കും കൂടി ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയറും കൂടി ചെയ്ത് വെച്ചാൽ അവർക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആയി തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.